Hellobox 8-ന്റെ സോഫ്റ്റ്വെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത്. എല്ലാ വ്യൂവേഴ്സും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാറ്റലൈറ്റ് ട്രാക്കിങ്ങിനെ ഒരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. Hellobox 8 എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മൊണ്ടേ ചിപ്സെറ്റാണ് ഏറ്റവും നല്ല ടോണർ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു റിസീവറാണ്. അതായത് ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു റിസീവറാണ് ടോണർ സെൻസിറ്റിവിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ട്രാക്കർമാർക്കും അറിയാവുന്നതാണ്, സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഒരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. Hellobox 8 ആണ് ബെസ്റ്റ് പെർഫോമൻസ്. നമുക്ക് മാക്സിമം ചാനൽ ഇപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ആയാലും നമ്മുടെ നാട്ടിലുള്ള സാറ്റലൈറ്റ് ചാനൽസ് ആയാലും ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് Hellobox 8 ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. മാക്സിമം ചാനൽസ് നമുക്ക് ട്യൂണായി കിട്ടും. അപ്പോൾ Hellobox 8-ന്റെ 2 ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു പുതിയ കുറച്ച് നാളായിട്ട് വന്ന സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്ത് നോക്കിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റെയിൻബോ എന്ന് പറയുന്നിട്ട് ഒരു തീമാണ് ഇത് വരുന്നത്. നല്ലൊരു കളർഫുള്ളായിട്ടൊരു സോഫ്റ്റ്വെയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇങ്ങനെയൊക്കെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ഞാൻ ചെയ്യുന്നത്. കാരണം മലയാളത്തിലൊക്കെ വീഡിയോസ് കുറവാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ റെയിൻബോ തീം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ പുതിയതായിട്ട് ഈ അടുത്ത് വന്നതാണ്. അപ്പോൾ Hellobox 8 ആണ് നമ്മുടെ റിസീവർ എന്ന് പറയുന്നത്. മൊണ്ടേ ചിപ്സെറ്റാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫങ്ഷൻസും ഉണ്ട്. റേറ്റ് കുറവാണ്. വിദേശ സാറ്റലൈറ്റ് റിസീവറാണ്, അതാണൊരു പ്രത്യേകത. അപ്പോൾ നമുക്കിവിടെ പെട്ടെന്നൊന്നും അവൈലബിൾ ആകത്തില്ല. നമുക്ക് ആരെങ്കിലും അവിടുന്ന് കൊണ്ടുതരും മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റേറ്റ് കുറവാണ്, അതാണൊരു പ്രത്യേകത. അപ്പോൾ നല്ല ഒരു ടോണർ സെൻസിറ്റിവിറ്റി ഉള്ള ഈ റിസീവർ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം, DVB പ്ലെയർ ഉണ്ട്. അതായത് മൊബൈലിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ DVB കാസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ മൊബൈലിലുള്ള കണ്ടൻറ്റ് തിരിച്ച് TV-യിൽ പ്ലേ ചെയ്യാൻ പറ്റും ഈ റിസീവർ വഴി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാം, സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. DVB ഫൈൻഡർ ഉണ്ട്. പിന്നെ സ്മാർട്ട് RCU എന്ന് പറഞ്ഞൊരു അടിപൊളി ഫംഗ്ഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Hellobox-ന്റെ റിമോട്ട് കേടായി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതൊരു റിമോട്ടും നമുക്ക് കോൺഫിഗർ ചെയ്തെടുക്കാം. ആ ഒരു റിമോട്ടിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വിദേശ സാറ്റലൈറ്റ് റിസീവർ റിമോട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതെ മാറ്റി വെക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഏത് റിമോട്ടായാലും നമുക്കത് കോൺഫിഗർ ചെയ്യാം. ആ ഒരു പിക്ചർ കാണിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ടത് 3 പ്രാവശ്യം ഓരോ കീയും പ്രസ് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് പെയർ ആയിക്കോളും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അടിപൊളി ഓപ്ഷൻസൊക്കെയാണ് വരുന്നത്. സ്ട്രീം ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെയാണ് വരുന്നത്. നമ്മുടെ വീഡിയോ തന്നെ ഈ ഒരു IP വഴി നമുക്ക് സ്ട്രീം ചെയ്യാം. ഒരു പോർട്ട് നമ്പർ വഴി സ്ട്രീം ചെയ്യാം. VLC മീഡിയ പ്ലെയർ വഴി നമുക്ക് കാണാം, നെറ്റ്വർക്ക് വഴി. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ വേറൊരു വലിയ പ്രത്യേകതയാണ് Hellobox-ന്റെ ഒരു മെനു സ്റ്റൈൽ മാറ്റാൻ പറ്റുന്നുള്ളത്. അതായത് റെഡ് ഉണ്ട്, ആ ഒരു ഗ്രീന് വരുന്നതുണ്ട്, ബ്ലൂ കളർ വരുന്നത്. അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് നമുക്ക് സ്ക്രീൻ നമുക്ക് തീം കളറ് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ IPTV, നല്ല ക്വാളിറ്റിയുള്ള IPTV ചാനൽസൊക്കെ അവൈലബിൾ ആണ്. SCAM 1 ഇയർ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാറ്റലൈറ്റ് റിസീവറാണ്. അപ്പോൾ നല്ലൊരു റിസീവറാണ്. പിക്ചർ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 4K റിസീവറിൻ്റെ അത്രയും ഒരു ക്ലാരിറ്റി നമുക്ക് ഹെവി ആയിട്ട് കിട്ടത്തില്ല. അന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം, HD ചാനലാണ് പ്ലേ ചെയ്യുന്നത്. HD ചാനൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. മൊണ്ടേ ചിപ്സെറ്റാണ്. എന്നാലും പൊതുവേ മൊണ്ടേ ചിപ്സെറ്റിന് ചെറിയൊരു പിക്ചർ ക്ലാരിറ്റി കുറവ് നമുക്ക് തോന്നിക്കും. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണർ സെൻസിറ്റിവിറ്റി തന്നെയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിക്ചറും ഉണ്ട്. S2X ആണ്, DVB S2X ആണ്, HEVC ആണ്, 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു റിസീവർ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന എല്ലാ ഫങ്ഷൻസും സപ്പോർട്ട് ചെയ്യുന്നതാണ്. 4K റിസീവർ എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നെറ്റ്വർക്ക് സെറ്റിങ്സ് ആണ്. അതിൽ വൈഫൈ ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. വൈഫൈ പ്രത്യേകം എന്ന് പറയുന്നത് ഇൻബിൽട്ട് ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ആൻറ്റിന പ്രത്യേകം കണക്ട് ചെയ്യണമെന്നില്ല, ഇൻബിൽട്ട് വൈഫൈ ആണ്. അപ്പോൾ നെറ്റ് ക്ലയൻറ്റ് കോൺഫിഗർ ചെയ്യാനും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. TV ചാനലിൻ്റെ ഓപ്ഷൻസാണ് വരുന്നത് മെനു. അപ്പോൾ സാറ്റലൈറ്റ് ടെറസ്ട്രിയൽ കേബിൾ ഇതൊരു കോംബോ ബോക്സ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് T2 സപ്പോർട്ട് ചെയ്യും, DVB-C സപ്പോർട്ട് ചെയ്യും, DVB S2, S2X. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, DVB S2X, DVB S2, DVB T2, അതുപോലെ തന്നെ DVB-C. DVB-C എന്ന് പറയുമ്പോൾ കേബിള്.
അപ്പോൾ നമുക്ക് കേബിൾ ഫ്രീ ടു എയർ ചാനൽസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ചാനൽസ്, ഫ്രീ ടു എയർ എന്നല്ല പറയുന്നത്, ഫ്രീ ആയിട്ടുള്ള ചാനൽസ്, ഫ്രീ ടു എയർ എന്ന് പറയുമ്പോൾ നമുക്ക് സാറ്റലൈറ്റ് ചാനൽസാണ് വരുന്നത്. കേബിളിൽ കൂടെ വരുന്ന നമുക്ക് ഫ്രീ ചാനൽസാണ് ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ട്യൂൺ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫങ്ഷൻസൊക്കെ വന്നിട്ടും റേറ്റ് കുറവാണ്. ഏകദേശം 4000-4300 ആ ഒരു റേറ്റിനാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, വളരെ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ബോക്സ് എപ്പോഴും നമ്മൾ കരുതി വെച്ചേക്കുന്നത്. ഹലോബോക്സ് 8 എപ്പോഴും കിട്ടത്തില്ല, അതൊരു പ്രത്യേക കാര്യമാണ്. നമുക്ക് വിദേശ ബോക്സൊന്നും എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. കിട്ടുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ളവർ വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിവിടെ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിദേശ സാറ്റലൈറ്റ് റിസീവർ ആയതുകൊണ്ട് നമുക്കിവിടെ വാറൻറ്റിയോ ഗ്യാരൻറ്റിയോ ഒന്നും കിട്ടത്തില്ല. അധികം അങ്ങനെ കംപ്ലയിൻസ് ഒന്നും അധികം വരത്തില്ല. നമ്മുടെ പവർ സപ്ലൈ ഇഷ്യൂ ഒക്കെ കൊണ്ട് മാത്രമേ അങ്ങനെ കംപ്ലയിൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ബോക്സൊക്കെ നമുക്ക് ആവശ്യം പോലെ കിട്ടും, വിദേശ സാറ്റലൈറ്റ് റിസീവറൊക്കെ ആവശ്യം പോലെ കിട്ടും. പക്ഷേ നല്ല റേറ്റ് വരുന്ന റിസീവറൊക്കെ ഉണ്ട്. 4K ആണെങ്കിൽ ഏകദേശം 8000, 8000 മുതൽ 10000, 15000 വരെയൊക്കെ വരുന്നതാണ് 4K റിസീവർ. അതുവരെ വാങ്ങിച്ച് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. റിസ്ക്കാണ്, എന്നാലും അത് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നില്ല. എന്തെങ്കിലും റിസ്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ മാനേജ് ചെയ്തോണം. ഇപ്പോൾ നമ്മൾ റിസീവർ തന്നു, അടുത്ത 2 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞ് കംപ്ലയിൻ്റ് ആയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ലോക്കൽ ആരെങ്കിലും സർവീസ് ചെയ്യുന്നിടത്ത് കൊടുത്ത് നിങ്ങൾ പേഴ്സണലായിട്ട് സർവീസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് വാറൻറ്റി ഗ്യാരൻറ്റി ഒന്നും കിട്ടത്തില്ല. എന്നാലും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നു. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 2 ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് ഹലോബോക്സ് 8 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കാണിക്കുന്നത് റെയിൻബോ എന്ന് പറയുന്ന ഒരു തീമിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ഇനി നമുക്ക് ഹലോബോക്സിൻ്റെ നോർമലായിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് USB അപ്ഗ്രേഡ് വഴി നമുക്ക് സേവ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ എല്ലാം സേവ് ആയി കിട്ടും. സ്റ്റാർട്ട് കൊടുക്കുക, നമ്മുടെ ഫ്ലാഷ് ഇറേസ് ആയിട്ട് പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവും. ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോകാൻ പാടില്ല. പവർ പോയി കഴിഞ്ഞാൽ ബോക്സ് റെഡ് ആവും. നമുക്ക് വേറൊരു മാർഗത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നോർമൽ സോഫ്റ്റ്വെയർ, സാധാരണ വരുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സോഫ്റ്റ്വെയറിൽ ഏത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇട്ട് തരുന്നതാണ്. ഹലോബോക്സ് 8നെ കുറിച്ച് ഇനിയും പറയാനുണ്ട് ഒരുപാട് വിശേഷങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓട്ടറോൾ ബോക്സാണ്. നമുക്ക് അത്യാവശ്യം ഓട്ടറോൾ ഫംഗ്ഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ബോക്സാണ് ഹലോബോക്സ് 8 എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫങ്ഷൻസും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് റിസീവറാണ്. നല്ലൊരു ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നേരത്തെക്കാട്ടിയും റേറ്റ് കുറച്ചുകൂടെ കുറഞ്ഞിട്ട് ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ ഇനിയിപ്പം ഈ ഒരു ഓണം വരെ 1 മാസത്തോളം ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ മാക്സിമം ഓഫറിലാണ് കൊടുക്കുന്നത്. ആർക്കെങ്കിലും ഈ ഒരു ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ, ഹലോബോക്സ് 8 റിസീവർ വേണമെന്നുണ്ടെങ്കിൽ, എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോയുടെ ആദ്യം തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ അയക്കുക. അപ്പോൾ അയക്കുന്നവർ മാക്സിമം അഡ്രസ്സും പിൻകോഡും മൊബൈൽ നമ്പറും കൂടെ അയക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും കൂടെ പറയാം. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുക്കുന്നത് കൊറിയർ സർവീസ് അവൈലബിലിറ്റി നോക്കിയിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ DTDC കൊറിയർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതുവഴിയാണ് അയക്കുന്നത്. അപ്പോൾ അത് എൻ്റെ മൊബൈലിൽ ആപ്പുണ്ട്. അപ്പോൾ ആ ആപ്പിൽ നോക്കുമ്പോൾ പിൻകോഡ് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. എന്നിട്ട് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. അക്കൗണ്ടിൽ പേയ്മെൻറ്റ് അയച്ചിട്ടാണ് കൊറിയർ അയച്ച് കൊടുക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ അവിടെ ചെന്ന് വാങ്ങിക്കണം, അവർ കൊണ്ടുതരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അയക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ചെക്ക് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരും. വിത്ത് സീരിയൽ നമ്പറൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇട്ട് തരുന്നത്. ആ ബോക്സ് തന്നെയാണ് അയച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊസീജിയർ. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ്, വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് അയച്ചു തരുന്നത്. നമുക്ക് വാറൻറ്റിയോ ഗ്യാരൻറ്റിയോ ഒന്നുമില്ല ഈ ഒരു ബോക്സിനൊന്നും. നേരത്തെ റെയിൻബോ സോഫ്റ്റ്വെയറിൽ കാണിച്ച അതേ ഫംഗ്ഷൻ തന്നെയാണ് എല്ലാം ഇതിനകത്ത് കാണിക്കുന്നത്. തീം മാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളൂ. കറക്റ്റായിട്ട് ആ ഒരു റെയിൻബോ തീമാണ് നേരത്തെ വരുന്നത്. ഇതിപ്പോൾ നോർമൽ ഹലോബോക്സ് 8ൻ്റെ സാധാരണ വരുന്ന തീമാണ് വരുന്നത്. ഫങ്ഷൻസും മെനൂസും എല്ലാം വരുന്നത് സെയിം ആയിട്ടാണ് വരുന്നത്. ആ സ്റ്റൈലിൽ മാത്രം മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഞാനതൊന്ന് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇൻസ്റ്റലേഷൻ മെനുവിലാണ് അതിൻ്റെ കറക്റ്റ് സാറ്റലൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടൂൾസ് ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്, ഓക്കെ, സെറ്റിങ്സ്, സിസ്റ്റം മെനു ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്. നെറ്റ്വർക്ക് ഓപ്ഷൻ അത് നമ്മൾ നേരത്തെ കാണിച്ചു. ഇൻബിൽട്ട് വൈഫൈ ആണ് വരുന്നത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം എടുത്തു പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരുടെയും മനസ്സിലുള്ളൊരു കാര്യമാണ് ഒരു സാറ്റലൈറ്റ് റിസീവർ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ
ഞാൻ പറയുന്നത് എല്ലാവരോടും പറയുന്നത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നല്ല റിസീവർ ഏതാണ്. അപ്പോൾ നല്ലതും ചീത്തയും എന്നുള്ള ഒരു സംഭവമില്ല. ഓക്കെ, ഗുഡ് പ്രൊഡക്റ്റ് ബാഡ് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു കേസേ വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 1100 ഒരു പകാരി റിസീവർ എന്ന് പറയുമ്പോൾ നല്ല റിസീവർ ആണെന്ന് വെച്ചാൽ നല്ല റിസീവർ അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, അത് ചീത്തയായ റിസീവർ അല്ലല്ലോ, നല്ല റിസീവറാണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിൽ കാണുക. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ, നല്ല റിസീവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിക്ചർ ക്ലാരിറ്റി, ടൂണർ സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ ബാക്കിയുള്ള സർവീസുകൾ IPTV അങ്ങനെ ഓൺലൈൻ സർവീസുകൾ, യൂട്യൂബ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള S2X, HEVC അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളാണത് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഡിമാൻഡ് ചെയ്യുക. പക്ഷേ എടുത്തു പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയ്ക്ക് HEVC 4K S2X അങ്ങനെ വരുന്ന റിസീവർ കിട്ടത്തില്ല. ഇത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ കോസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ വെറും 1500 രൂപയ്ക്ക് എല്ലാം വേണമെന്നും പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു മാനുഫാക്ചർ അല്ല. ആ ഒരു പ്രൈസിന് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു MPEG 4 HD റിസീവർ ആണെങ്കിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റാർസാറ്റ് സെലക്ട് ചെയ്യുക. നല്ല ക്ലാരിറ്റി കിട്ടും. MPEG 4 HD ആണ്, മിനി റിസീവർ 488 4070 ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു HEVC റിസീവർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ S2X വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും Hellobox 8 അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇനിയൊരു 4K ബോക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4K ബോക്സിന് നല്ല റേറ്റാണ്. ഏകദേശം 8000 രൂപ ആ റേഞ്ചൊക്കെയാണ് 4K ബോക്സിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4K എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നവർ മനസ്സിൽ കരുതുക. അത്രയും എമൗണ്ട് നമ്മുടെ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഒരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാം. കാരണം സ്ഥിരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് വന്ന് ചോദിക്കുന്നവരല്ല. സ്ഥിരമായിട്ട് തുടക്കം മുതലുള്ള വീഡിയോസ് കണ്ട് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വീഡിയോ കണ്ടിട്ട് വന്ന് പറയും, കറക്റ്റ് എനിക്കൊരു Hellobox 8 റിസീവർ വേണം, അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ ഏതാണ്, ഇതെൻ്റെ അഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അധികം ഒന്നും ചോദിക്കേണ്ട കാര്യം വരുന്നില്ല, ടൈപ്പ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, ഒന്നും വരുന്നില്ല. ജസ്റ്റ് അവർക്കൊരു റിസീവർ വേണം, അത് നമ്മൾ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കാനേ അവർ പറയത്തുള്ളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവർക്ക് റിസീവർ എടുത്ത് അയച്ചു കൊടുക്കും. കാരണം അവരോട് വേറെ ഒന്നും പറയേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അവരെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യുന്നതാണ്, നമുക്ക് ഇങ്ങോട്ട് തന്നെ ചെയ്ത്. അതല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസീവർ ഏതാണ് നമ്മൾ സെലക്ട് കൊടുക്കുക. ഞാൻ എങ്ങനെ സെലക്ട് കൊടുക്കും? കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഡിഷ് ഉണ്ട്, ഏതൊക്കെയാണ് സാറ്റലൈറ്റ് ട്രാക്ക് വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് എനിക്ക് വാട്സപ്പിൽ കൂടെ തന്നെ ചോദിച്ച് അത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരാം. എന്നിട്ടും ചിലർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പറയാറുണ്ട്, എന്നിട്ടും ചോദിക്കും നല്ല റിസീവർ ഏതാണെന്ന്. അപ്പോൾ ഞാനത് പറഞ്ഞു, നല്ലതും ചീത്ത അങ്ങനെയൊന്നും ഇല്ല. റിസീവറിൻ്റെ കാര്യത്തിൽ ഫങ്ഷൻസ് കൂടുമ്പോഴാണ് പ്രൈസും കൂടുന്നത്. ഫങ്ഷൻസ് കുറയുമ്പോൾ പ്രൈസും കുറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫങ്ഷൻസ് ഒന്നും വേണ്ട. MPEG 4 ഫുൾ HD റിസീവർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ് വരുന്നത് പകാരി അങ്ങനെയുള്ള റിസീവറൊക്കെയാണ് വരുന്നത്. 1100 സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. അതല്ലാതെ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർസാറ്റിൻ്റെ ഏതെങ്കിലും മോഡൽ ഉപയോഗിക്കുക. മിനി റിസീവർ നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്, MPEG 4 HD ആണ്. ഓക്കെ, ഒരു 1500 1700 ആ രീതിയിൽ നിൽക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട്, അത്യാവശ്യം ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ട് ഒരു 4000 4300 ആ റേഞ്ച് മുടക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസീവർ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എനിവേ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാക്സിമം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Hellobox 8 വേണ്ടവർക്ക് തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.